ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി ഫേസ് ഷെയ്ഡ് ചെയ്യാണ്ട് കുറച്ച് അധികം ടോൺസുകൾ ഇട്ടാൽ തന്നെയാണ് നമ്മൾ 3D എഫക്റ്റിൽ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ടല്ല ഷെയ്ഡ് ചെയ്യുന്നത്. നമ്മൾ ബ്ലെൻഡിങ് സ്റ്റെമ്പുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഡാർക്ക് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പിക്ചറിൽ എവിടേക്കാണോ ഡാർക്ക് ഉള്ളത് അത് നോക്കിയിട്ട് എല്ലായിടത്തും ഷെയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഷെയ്ഡൊക്കെ അതിന്മേൽ തന്നെ വരും കേട്ടോ, അമർത്തിയിട്ട് ചെയ്ത്. അപ്പോൾ ഡാർക്ക് കൂടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നീടാണ് നമ്മൾ പെൻസിൽ വെച്ചിട്ട് എന്താ പറയുക ലൈൻസായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ പിക്ചർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡിങ് എഫക്റ്റിൽ വർക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ഒരു പിക്ചർ കാണാൻ അത്ര ഭംഗി ഉണ്ടായിക്കോളണമെന്നില്ല. നിങ്ങൾ റെഫർ ചെയ്യുന്ന ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് എവിടേക്കാണ് ഡാർക്ക് ഉള്ളത് നോക്കിയിട്ട് വേണം ഈ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പോർട്രേറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പിക്ചറിൽ എവിടെയൊക്കെ ഹൈലൈറ്റ് ഉണ്ടോ ആ ഒരു ഭാഗത്ത് പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിട്ടിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹൈലൈറ്റ് വിട്ടിട്ടുണ്ട് ചെറുതായിട്ട്. നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പിക്ചർ അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ടോണാണ്, ഒറിജിനൽ പിക്ചർ കേട്ടോ. ഫോട്ടോ കുറച്ച് ലൈറ്റ് ടോൺ ആയതുകൊണ്ടാണ് നമുക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡുകൾ വെക്കാൻ സാധിക്കാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ് കേട്ടോ. ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് ആ പുരികൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു, അതായത് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിന്മേൽ നമ്മൾ ഒരുപാട് ബ്ലെൻഡ് ചെയ്തിട്ട് അതിന്മേൽ തന്നെ അത്യാവശ്യം എന്താ പറയുക പെൻസിലിൻ്റെ ആ ഡാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടോൺ അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ ഐബ്രോ ഒക്കെ ലൈനായിട്ട് അതിൻ്റെ ചെരിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് കറുപ്പിക്കരുത്, നമ്മൾ ലൈറ്റ് ടോണിലാണ് ഫസ്റ്റ് വെക്കേണ്ടത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 10B ആണ്. 10B നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ട് വേണം ഡാർക്കുള്ള ഭാഗത്ത് പുരികം അങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ, അതായത് ആ ഒരു ചെരിവിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പലരുടെയും പിക്ചർ നന്നായിട്ട് എന്താ പറയുക പോർട്രേറ്റ് ആ ഒരു എന്താ പറയുക ആ ഒരു ഫിഗർ കട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പലതിലും ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു എഫക്റ്റ് കാണുന്നുണ്ട്. നിങ്ങൾ ബ്ലെൻഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ HB പെൻസിലോ 2B പെൻസിലോ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ലൈനായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കണ്ണിൻ്റെ ഈ കൃഷ്ണമണിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ തന്നെ പ്രത്യേകം മാർക്ക് ചെയ്തിടുക, ഹൈലൈറ്റ് എവിടെ വരും, ലൈറ്റ് എവിടെ വരും എന്നുള്ളതൊക്കെ നിങ്ങളെ പിക്ചറിൽ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 10B ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഡാർക്കിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ കണ്ണിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് ലൈറ്റ് ടോണ് കൊടുക്കാനുണ്ട്, അതായത് 2 അറ്റത്തിട്ടോ, അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊരു പോർട്രേറ്റൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ട് വൃത്തിക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ആ പിക്ചർ നല്ല ഭംഗിയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ കണ്ണിൻ്റെ കൃഷ്ണമണി ഒരേ ടോണിലല്ല പോയിട്ടുള്ളത്. ഇത് തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നല്ലൊരു ഡാർക്ക് ഉണ്ട്, പിന്നെ എന്താ പറയുക മുകളിലൊരു ഹൈലൈറ്റ് കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യുക. അത് ഇനിയിപ്പോൾ ഏതൊരു പിക്ചർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ കണ്ണിൻ്റെ മുകളിലൊരു മടക്കുണ്ട്, അത് നമ്മൾ 10B വെച്ചിട്ട് നല്ല കളറിൽ ചെയ്ത് കുറച്ചൊന്ന് ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മുടി പുരികം മീശ താടി എന്നിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെൻസിൽ നന്നായിട്ട് ഷാർപ്പ് ചെയ്യുക കേട്ടോ. അതും 10B വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. 10B വെച്ചിട്ട് ലൈറ്റ് ടോൺ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഡാർക്ക് ചെയ്തിട്ട് പിന്നെയാണ് എന്താ പറയുക നല്ലൊരു ഡാർക്കിലേക്ക് കൊണ്ടുവരേണ്ട. ഒറ്റയടിക്ക് നിങ്ങൾ ഡാർക്ക് ചെയ്താൽ നമ്മുടെ ആ പിക്ചർ തന്നെ കൊളായിപ്പോൾ. അപ്പോൾ വൃത്തിക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ.
നമ്മൾ ഫേസിലൊക്കെ ഷെയ്ഡ് ചെയ്യുന്നത് 2B പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് നിങ്ങൾ പിക്ചറിൽ എവിടെയൊക്കെയാണ് ഡാർക്ക് ഉള്ളത്, ചുളിവുള്ളത്, മടക്കുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് 2B പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓവറായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈൻസായിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ലിപ്സൊക്കെ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മോണോ ഇറേസർ, അതായത് ഇറേസർ പേന യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലിപ്സിൻ്റെയൊക്കെ ലിപ്സ്, മൂക്ക്, അതിൻ്റെയൊക്കെ ചില ഭാഗങ്ങളിൽ ഹൈലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറേസർ പേന ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് ഇറേസ് ചെയ്ത് കൊടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വലിയ ഇറേസർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്തതൊക്കെ അവിടെ മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇറേസർ പേനയും അതേപോലെ തന്നെ ബ്ലെൻഡിങ് സ്റ്റെമ്മും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതൊന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കിതിന്, അതായത് പോർട്രേറ്റൊക്കെ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ.
നെക്കിലൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരുപാട് ഷെയ്ഡുകൾ കാണും. ലൈറ്റ് ടോണായിട്ട് നമ്മൾ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ആദ്യം. പിന്നെ നമ്മൾ ആ ട്യൂബിയോ അല്ലെങ്കിൽ HB പെൻസിലോ വെച്ചിട്ട് ജസ്റ്റ് ലൈനായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഷെയ്ഡ് ചെയ്യാതെ നിൽക്കരുത്. പിന്നെ നമ്മൾ ഇതിൽ ലൈറ്റായിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ പിക്ചർ കുറച്ച് ലൈറ്റ് ടോണിലാണ് ഈ പിക്ചർ ഉള്ളത്. അപ്പോൾ അത് അധികം നമുക്കിതിൽ ടോൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇതിൻ്റെ ഒറിജിനൽ പിക്ചർ കുറച്ച് ലൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റ് ചുരിദാറാണെങ്കിലും അതിൽ ചെറുതായിട്ട് റോസിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഷെയ്ഡ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹെവി ആയിട്ടൊന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രസ്സുമ്മൽ ചെറിയൊരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ക്ലോത്തിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു ക്രാക്ക്ഡ് വെർഷനിൽ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടോണുകൾ ഇതിൽ ചെയ്യേണ്ടതില്ല. പക്ഷേ നമുക്ക് ഷോളും അതേപോലെ ഈ ചുരിദാറിൻ്റെ ടോപ്പും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പിക്ചറിൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒറ്റയടിക്ക് ചെയ്തിട്ട് നിങ്ങൾ പോർട്രേറ്റ് കംപ്ലീറ്റ് ആക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡിങ് ഒന്നും വിചാരിച്ച ആ ഒരു ഫിനിഷിങ് കിട്ടില്ല കേട്ടോ.